ഹലോ എവരിബഡി. ഞാൻ ഇന്ന് എൻ്റെ കൊച്ചുമക്കൾ ക്രപ്പ് എന്ന് വിളിച്ച് നല്ല ആസ്വദിച്ച് കഴിക്കുന്ന ഒരു പഴയ ഗോതമ്പ് മടക്കുസാനാണ് ഉണ്ടാക്കുന്നത്. ഇത് പണ്ട് എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ ഇതൊരു 10 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, 10 ദോശ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ 300 ഗ്രാം ഗോതമ്പ് മാവ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടയും വേണം, കുറച്ച് ഉപ്പും വേണം. അപ്പം മുട്ട കഴിഞ്ഞേച്ച് പിന്നെ അത് ഒരു വെള്ളവും കൂടെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ആ ബാറ്റർ ഉണ്ടാക്കുന്നത്. ഇനി അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഇതുപോലൊരു സ്പൂണിൽ ഞാൻ ഇങ്ങനെ 10 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കപ്പോൾ ഓരോ സ്പൂണായിട്ട് എടുത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്. അതിൽ 12 സ്പൂൺ പഞ്ചസാരയുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങൾ മധുരം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കണം. ഞാനിപ്പോൾ ഇത് 12 സ്പൂൺ പഞ്ചസാര വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ മുട്ട പൊട്ടിച്ചതിൽ കുറച്ച് ഉപ്പും ചേർത്ത് ഞാൻ കുറേശ്ശെ ഗോതമ്പ് മാവിലോട്ട് ഇടുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഗോതമ്പ് മുഴുവൻ ഇതിലോട്ട് കമത്താം. ഇനി വെള്ളം ഒഴിക്കുക. നമ്മൾ ഇത് കട്ട കെട്ടാതെ ഈ മാവ് കുഴച്ചെടുക്കണം. നമ്മൾ ഈ മാവൊക്കെ നല്ലപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ദോശക്കല്ല് വെച്ച് തീ കത്തിക്കുക. തീ കുറച്ചിട്ടാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ഗോതമ്പായതുകൊണ്ട് വേഗം കട്ട വരും, അടിയിലോട്ട് പിടിക്കും വേഗം. കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഇതിനെ ഒന്ന് ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഇനി തീ കൂട്ടി വയ്ക്കാം നമുക്ക്. അപ്പം ഞാൻ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് ആ ഭാഗം കൂട്ടാൻ മതി. ഇനി നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് ഒരു സ്പൂൺ എടുത്ത് അമർത്താം. ഈ 2 അറ്റം എന്നിട്ട് ഈ 2 എൻഡും ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇതിനെ ഏകദേശം ചുരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ അറ്റത്തു നിന്നൊന്നും ഫില്ലിംഗ് ഒന്നും പോകാതിരിക്കാൻ അവിടെ കൂടെ നമ്മൾ ഇതുപോലെ നല്ല ഇതാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ ക്രപ്പ് ദേ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മളിത് വളരെ വേഗം ക്രപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. കൊച്ചു പിള്ളേർക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. വെറുതെ ഇരുന്ന് തിന്നാമല്ല കഴിച്ച്. അപ്പം എല്ലാവരും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഉണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
എല്ലാവരും ഇത് ഉണ്ടാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം.